ലെവൽ ഡെവൽ ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ അങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ യെല്ലോ കളർ അങ്ങനെ മാറിയിട്ട് ടോട്ടലി നമ്മൾ വയലറ്റ് കളറിലോട്ട് മാറിയിരിക്കുകയാണ്. കുറച്ചുകൂടെ ഡാർക്ക് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഗെയിം കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആവും. അപ്പോൾ ഫസ്റ്റ് ലെവൽ നമ്മൾ കളിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് എന്താണെന്ന് അറിയാലോ, സബ്സ്ക്രൈബ്. ഓക്കെ, ഫസ്റ്റ് ലെവൽ നമുക്ക് കളിച്ച് നോക്കാം. ആഹാ, ബോളൊക്കെ ഉണ്ടല്ലോ. വെറൈറ്റിയാണ്. അപ്പോൾ ഇതെന്തായാലും നല്ല പാടാണെന്ന് അറിയാം. എനിക്ക് തോന്നുന്നത് ആ ബോൾ വന്ന് നമ്മുടെ തലയിൽ വീഴും. ഇതുവരെ ഒരു കുഴപ്പമില്ല. എന്തായാലും ആ ബട്ടൺ പ്രസ് ചെയ്യണമല്ലോ. അല്ല, അതാ നമ്മൾ എവിടെ പോകുന്നു ആ ബോൾ നമ്മുടെ പുറകിൽ തന്നെ വരുന്നുണ്ട്. ഞാൻ എന്താ അല്ല എന്ന് പറയാൻ കാരണം ഈ വാതിൽ കാണാനില്ല. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ പറയാം, നമ്മൾ ഈ ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ ക്യാരക്ടറിന് അവിടെ ഒരു വാതിലുണ്ടാവും, അവിടെ എത്തിക്കണം. ഈ ലെവലിൽ ആ വാതിൽ കാണാനില്ല. അപ്പോൾ ഇത് പാർട്ട് 3 ആണല്ലോ. പാർട്ട് 1, 2 കാണാത്തവർ ഒന്ന് കാണുക. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. ഓക്കെ, സോ നമ്മൾ ഇയാളിനെ ആ ബട്ടണിൽ കൊണ്ടുപോയി പ്രസ് ചെയ്യണം. അപ്പോൾ ആ ബോൾ നമ്മളെ ഫോളോ ചെയ്യും. എന്നിട്ട് ആ വാതിൽ അവിടെ അപ്പിയർ ആവും. ഓക്കെ, ഓടിക്കോ. ആ ബോൾ വീഴുമ്പോഴേക്കും നമ്മൾ പോയി ബട്ടൺ പ്രസ് ചെയ്യണം. എന്നിട്ട് വീണ്ടും ഓടിപ്പോയിട്ട് അതിൽ പോകണം. ജയിച്ചു. സെക്കൻഡ് ട്രൈയിലൊക്കെ ജയിക്കാൻ പറഞ്ഞാൽ പ്രാക്ടീസായി. എനിക്ക് ഈ ഗെയിം കളിച്ച് പ്രാക്ടീസായി തോന്നുന്നു. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ പോലെ ഇയാളെ അവിടെ എത്തിക്കണം. ഒരു സംഭവങ്ങളും ഇല്ല. നേരെ ഓടിയാൽ മതി എന്ന് വിചാരിക്കും. ഇപ്പം കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീരുമാനമായില്ലേ, അത്രേ ഉള്ളൂ. ഈ ആളിനെ അവിടെ എത്തിക്കുമ്പോൾ ഇത് വന്ന് തലയിൽ വീഴണു. ഞാൻ എങ്ങനെ കൊണ്ട് എത്തിക്കാനാണ്? തിരിച്ചു വരണം. ഓക്കെ, പോകുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് ഈ ഒരു ജമ്പിങ് ടൈമിൽ നമ്മൾ ഓടി രക്ഷപ്പെടണം. ഓക്കെ, ജസ്റ്റ് മിസ്. ഇതൊരു പാറ്റേൺ ആണ്. ഈ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്ത് ഈസി ജയിക്കാം. ഇതിങ്ങനെ പൊയ്ക്കോ. യെസ്, പൊയ്ക്കോ. അയ്യോ, ഇവ എന്ത് ചെയ്യും? ഒരു പിടുത്തം ഇല്ലല്ലോ. ചാടിക്കോ. എൻ്റെ പൊന്നോ, ഇതെന്താണ്? ഇത് 3 ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഈ പാറ്റേൺ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമ്മൾ കണ്ടുപിടിക്കും. സ്പൈക്ക്. അത് ശരി, വാതിൽ അവിടെ പോയി ചാടി കളിക്കാണ്. അതിൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെയും പോയാൽ പെട്ടാൽ മതി. രക്ഷപ്പെട്ടു. ഫസ്റ്റ് ട്രയൽ രക്ഷപ്പെട്ടു. ഓക്കെ, ഇത് ഞാൻ ബോളിൻ്റെ മേലെ ചാടണം എന്ന് വിചാരിക്കണോ? നൈസ് ഉണ്ടല്ലേ. ഈ ഡാർക്ക് വയലറ്റ് കളറാണ് പറഞ്ഞിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. പെട്ടെന്ന് ജയിച്ചു പോകുന്നുണ്ടല്ലോ. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇതിനു മുമ്പ്. എന്തോ വലുത് വരാനിരിക്കുന്നുണ്ടെന്നാണ്. അതാ. നമ്മൾ ഇനി ഈ സാധനങ്ങളിലേക്ക് നീക്കി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ അത് വിചാരിച്ചില്ല. അയ്യോ, ഓക്കെ, മനസ്സിലായില്ല. എന്നാലും മനസ്സിലായ പോലെ കാണിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തത് ഇതിനെ തള്ളിക്കൊണ്ടുപോകാൻ പറ്റിയായിരിക്കും. ഓക്കെ, ഇപ്പം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് കളിച്ചതാണ്. ഓക്കെ, ഇതിനെ തള്ളുമ്പോൾ അത് ഫ്രണ്ടിൽ കൊണ്ടുപോകും, നമ്മളെ തള്ളും, ചാടണം. എന്നിട്ട് വീണ്ടും ഈ ഒരു സാധനത്തിനെ എടുത്തു കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ ചാടിയോ. എവിടെ ഞാൻ ഇപ്പുറത്തെ സൈഡായി, നമ്മുടെ ഇപ്പുറത്തെ സൈഡായി. ഓക്കെ, ഇതിനെ എന്തിനെങ്കിലുമൊക്കെ തള്ളിക്കൊണ്ടുപോകണമായിരിക്കും. ഇതിന് തള്ളിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? ഇതിന് തള്ളണം. ഓക്കെ, എന്നിട്ട് മേലെ പോകണം. എന്നിട്ട്
ഇതിൻ്റെ മേലെ പോയിട്ട് എൻ്റെ അമ്മ ഇത് മൊത്തം ഒരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെ ആയല്ലോ ഇപ്പോൾ. അയ്യോ എല്ലാം ചെറുതാവണു പെട്ടെന്ന് ഓടിക്കോ. താഴെ പോയിക്ക് അതാ നമ്മളെ മേലെയുണ്ട്, താഴെ ഡോറുണ്ട്. താഴെ ചാടിയ ഡോറ് കാണാതെ. ഇതാണ് ഈ ഗെയിം. അപ്പം നമ്മൾ ചുറ്റി വന്നീരേ, നമ്മൾ ചുറ്റി പോവും. എന്നിട്ട് ആ ഡോറിൻ്റെ അവിടേക്ക് ഒരു കാര്യം വേണ്ടി കിട്ടി. ഇതിനെ തള്ളിയിടുക, അടുത്തതിനെ തള്ളിയിടുക, ഇതിനെയും തള്ളിയിടുക. എന്നിട്ട് ഇതിനെ തള്ളിയിടുന്നു, ഇതിനെ തള്ളിയിടുന്നു, അടുത്തതിനെ തള്ളിയിടുന്നു. എന്നിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് ഈ ഡോറിൻ്റെ അവിടേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ ഓടുക. നൈസില്ലേ? നൈസ്. ഇപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായി വരുന്നുണ്ട്. പാർട്ട് 1 പാർട്ട് 2 ഒക്കെ നിങ്ങൾ കാണണം. എൻ്റെ അമ്മോ സീനായിരുന്നു അല്ലേ? കണ്ടവർക്ക് അറിയാം. എന്താടാ അത്? ഇതിനെ തള്ളിയിട്ടിട്ട് ഈ പെട്ടിനെയും കൊണ്ട് പോകണമെന്നാണ് തോന്നണത്. എന്നാൽ മാത്രം തന്നെ നമുക്ക് ആ കുഴിയിൽ അത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇങ്ങനെ പോവാ. അതാ ടെലിപ്പോർട്ടായി. മോനെ ഇത് ആവശ്യമില്ലാത്ത പണിയല്ലേ നിങ്ങളിപ്പോൾ എനിക്ക് തന്നത്. ഓടിക്കോ. ഈ നൂല് ഇഴയിൽ രക്ഷപ്പെടുക പറയില്ലേ, അതാണിത്. മൂന്നാമത്തെ ലെവൽ ഇത്ര പെട്ടെന്ന് എത്തി വിചാരിച്ചില്ല. നടത്ത് നിന്നെ കൊണ്ട് നടത്താൻ പറ്റുന്നൊക്കെ ചെയ്. ഇപ്പൊ പൊങ്ങി വന്ന് എന്നെ ഇതാക്കും. അപ്പോഴേക്കും ഞാൻ ഓടി രക്ഷപ്പെടുവാടാ. നീ സപ്പയായിട്ടടാ. അടുത്തത് സോ ഇവിടെ നിന്ന് ഒരുത്തൻ വരും, നമ്മളെ തള്ളിക്കൊണ്ടുപോകാൻ. രക്ഷപ്പെടണം. താഴെ ഒരുത്തൻ നമ്മളെ വിശ്വസിക്കാൻ പാടില്ല. ചാടിക്കോ. ജയിച്ചു. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ വാതിലുണ്ട് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. എന്തെങ്കിലുമൊക്കെ വീഴും. ഇപ്പം എന്താ മുകളിൽ നിന്നായിരിക്കും എന്തായാലും വീഴുക. നമ്മളെന്തായാലും അതുകൊണ്ട് അല്ല. അയ്യോ. ചാടിക്കോ. അയ്യോ. തിരിച്ച് ലെഫ്റ്റ് ചാടണം. ഓക്കെ. ദെൻ വാട്ട് ഓടി വന്ന് ഇങ്ങനെ ചാടണം. ഫസ്റ്റ് ഇവിടെ ചാടുന്നു, മേലെ പോയിട്ട് ലെഫ്റ്റ് ചാടുന്നു. അതിനുശേഷം എന്താടാ അതിരിക്ക്. ഓക്കെ, ഫസ്റ്റ് നമ്മളിങ്ങനെ പോയി. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നിന്ന് ലെഫ്റ്റ് ചാടി. ഇതൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെക്കണം തോന്നുന്നു. നമ്മൾ ഈ ഭയങ്കര കോൺസെൻട്രേഷൻ കളിക്കുമ്പോൾ ഇതൊക്കെ മറന്നു പോവാണ്. അടുത്തത് ഒറ്റച്ചാട്ടം. അയ്യോ, ഇവിടെ എന്തോ ഉണ്ടല്ലോ. തിരിച്ചു വന്നു. അവിടെ നിന്ന് ചാടി എത്തില്ല. ഓക്കെ, ആ ഒരു ഗ്യാപ്പിൽ നിൽക്കണം. പിടികിട്ടി. ഇത്രയേ ഉള്ളൂ. പിടികിട്ടി. ഞാൻ ഇതിൽ പ്രോ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അല്ല, ഇപ്പം ഞാൻ എന്ത് ചെയ്യും? രക്ഷപ്പെട്ടു. അടുത്തത് ചാടിക്കോ. തിരിച്ചു വരണം, എന്നിട്ട് ചാടുക. അയ്യോ, എല്ലാവരും അകലെ കൊണ്ട് വെച്ചാ. തിരിച്ചു വരണം. ഇനി ഇവിടെ എന്തായിരിക്കും? ഇവിടെ വെറൈറ്റി ആയിരിക്കില്ല. കണ്ടാ കണ്ടു. നീ എത്ര പ്ലാൻ ചെയ്താലും ശരി. ഇപ്പൊ കണ്ടു. ഓക്കെ, ചാടിക്കോ. എന്താടാ? അയ്യോ, ചാടിയിട്ട് തിരിച്ചു വാ, എന്നിട്ട് ചാട്. എന്നിട്ട് വീണ്ടും ചാടിയിട്ട് തിരിച്ചു വാ, എന്നിട്ട് ചാട്. ഇവിടെ സൂക്ഷിക്കണം. ഇവിടെ ചാടി തിരിച്ചു വന്ന് വീണ്ടും ചാടണം. ഇവിടെ ചാടി. രക്ഷപ്പെട്ടു. അടുത്തത്, ഈ ബട്ടൺസിനൊക്കെ പ്രസ് ചെയ്യണോ വേണ്ടയോ? ഫസ്റ്റ് പ്രസ് ചെയ്ത് നോക്കാം. ഓടി പോയി പ്രസ് ചെയ്താൽ ഇങ്ങനെ മേലെ വരാൻ പറ്റും. ഇത് നമ്മളൊരു ലെവലിൽ കളിച്ചു. അപ്പോൾ അടുത്ത ബട്ടൺ പ്രസ് ചെയ്യാൻ പാടില്ല. അടുത്ത ബട്ടൺ പ്രസ് ചെയ്യാം. അടുത്ത ബട്ടൺ
പ്രസ് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കും, പക്ഷെ പാടും. ഫസ്റ്റ് ബട്ടൺ നമ്മൾക്ക് പ്രസ് ചെയ്യാം, സെക്കൻഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ പാടില്ല, തേർഡ് ബട്ടൺ പ്രസ് ചെയ്യാം, ഫോർത്ത് ബട്ടൺ പ്രസ് ചെയ്യാൻ പാടില്ല, ഫിഫ്ത്ത് ബട്ടൺ പ്രസ് ചെയ്യാം. സ്റ്റിൽ അവിടെ പ്രശ്നമുണ്ട്. ഫസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, സെക്കൻഡ് ബട്ടൺ പ്രസ് ചെയ്യാതെ തേർഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, ഫോർത്ത് ബട്ടൺ പ്രസ് ചെയ്യാതെ ഫിഫ്ത്ത് ബട്ടൺ പ്രസ് ചെയ്തിട്ട് മുകളിലോട്ട് വരുമ്പോൾ ഒറ്റച്ചാട്ടം. അടുത്തത് ഇങ്ങനെ പോകുന്നു, ലിഫ്റ്റ് കിട്ടി. ഇത് വിചാരിക്കുമോ ആരെങ്കിലും ഇങ്ങനെ ഒരു ഗെയിമിൽ ഇങ്ങനെ കൊണ്ട് വെക്കുന്നു വിചാരിക്കുമോ? ഓക്കെ, പോകുന്നു, ലിഫ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കും, അവിടെ ഇപ്പോൾ ഒരു കുഴി വരും. യെസ്, അടുത്തത് വേറെ. ആ ബ്ലേഡ് വന്നു. അടുത്തത് സ്പൈക്ക്. ഇനി അടുത്തത് വേറെ എന്തെങ്കിലും കൊണ്ടുപോവാ, ചാടിക്കോ. ഇനി ഇതേ ലിഫ്റ്റിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ സൈഡ് പോയി നിൽക്കുകയാണ് പതിവ്. സൈഡ് ചാടിക്കോ. അയ്യോ, ഓ ഓക്കെ. ഫസ്റ്റ് ഈ ലിഫ്റ്റിൽ കയറി, സെൻറ്ററിൽ നിന്നാൽ അവിടെ കുഴി വരും, റൈറ്റിലോട്ട് പോയി ലെഫ്റ്റിൽ എന്തെങ്കിലും വരും. ഓക്കെ, റൈറ്റിൽ ഇപ്പോൾ ഒരു ഇത് വരും, ഓക്കെ കമോൺ, പെട്ടെന്ന് ചാടിക്കോ പോയിട്ട്. യെസ്, ഇവിടെ വന്നിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇതിൽ വേണം കയറാൻ, അല്ലാണ്ട് അതിലല്ല. ഇനി അടുത്തത് ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും. ഓരോ സ്റ്റെപ്പും നോക്കി വെക്കുക, പക്ഷെ ഒന്നുമില്ല. ഇനി നമ്മൾ ഓരോ പടി വെക്കുന്നതും സൂക്ഷിച്ച്. നാലാമത്തെ ലെവൽ എത്തിയിട്ടുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ, അറിയാലോ. യെസ്, സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ റോഡുണ്ടെങ്കിൽ അവിടെ കുഴപ്പമുണ്ട്. ഇത് പുതിയതായിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അത് മേലെ നിന്ന് വരും. ശരിക്കുള്ള ഡോർ ഇപ്പുറത്താണ്, അത് വെറും ഫേക്ക് ഡോറാണ്. തിരിച്ചോ. പൊയ്ക്കോ. എൻ്റെ അമ്മ, ഇനി എന്തൊക്കെ സംഭവിക്കുമോ? പോരട്ടെ. ചിലപ്പോൾ ഇനി അതായിരിക്കും ഡോറ്. അതന്നെയാണ് ഡോറ്. സമാധാനം. എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഇത് ഭയങ്കരമായി ബാധിച്ചു ഈ ഗെയിം. അയ്യോടാ, ഇതെന്താണിത്? ഇതുവരെ ഇല്ലാത്ത സംഭവങ്ങളൊക്കെ. ഫിസിക്സൊക്കെ ഭയങ്കരമായിരിക്കുന്നു. ഗെയിം ഫിസിക്സ്. ചാടിക്കോ, കഴിഞ്ഞു. ഓടിപ്പോൾ ഇതിൽ ചാടണം, എന്നിട്ട് കുറച്ച് ഇവിടെ ഒന്ന് പിടിച്ച് നിർത്തണം. അതൊന്ന് വളർന്ന് വരുന്നവരെ ഒന്ന് പിടിച്ച് നിർത്തണം. എടാ, അത് സീനാണ്. നമ്മൾ കാണാത്ത സീനൊന്നുമില്ല. എന്തിനാണ് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ താഴെ പോവും. അപ്പം ഞാൻ ഇതിന് നീക്കാൻ പറ്റുമോ? നീക്കി താഴെ ഇട്ടിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യണം, അപ്പോൾ ഇവിടെ വീഴും. എന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഓക്കെ. ഫസ്റ്റ് നമ്മൾ ഈ സംഭവത്തിന് നീക്കി താഴെ ഇടണം, എന്നിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്യണം, എന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ അത് താഴെ പോവും. എന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ. ഓക്കെ, ഇതെന്താണിത്? അയ്യോ, നമ്മൾ കുറച്ചൊന്ന് നീങ്ങിയപ്പോൾ നമ്മൾ നിന്ന സ്ഥലത്തോടെ പോവാണ്. അതിനെ നമ്മൾ ബാലൻസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം. ഇനി മേലെ പോവും. എന്താ ഇപ്പം സംഭവിച്ചത്? അല്ലേ ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആയിരിക്കും. അതാ ഓടിക്കോ, ചാടിക്കോ. എന്താ ഇപ്പം സംഭവിച്ചെന്ന് അറിഞ്ഞില്ല. അങ്ങനെ അഞ്ചാമത്തത്. യെസ്. നമുക്കിനി പറക്കാൻ പറ്റും. ഗ്രാവിറ്റി വളരെ ഈസിയാണ് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ആ വരട്ടെ 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 വരട്ടെ. ഈ സാധനം മുകളിൽ പറന്ന് നിന്നിട്ടേ നമ്മുടെ തലൻ്റെ മുകളിൽ കയറി നിൽക്കും. അതിന് ഞാൻ അനുവദിച്ച് കൊടുക്കില്ലടാ. നിന്നെയല്ല, നിന്നെക്കാൾ വലിയ അവന്മാരനെ കണ്ടിട്ടുണ്ട് ഞാൻ. അത്രേ ഉള്ളൂ, ജയിച്ചു, അത്രേ ഉള്ളൂ. ഓരോ ലെവൽ കാണുമ്പോൾ ടെൻഷൻ ആവുക ചെയ്യണം. ഇതിലെന്താണ് വഴി? ഇത്രയേ ഉള്ളൂ, മേലെയാണ് ഡോറുള്ളത്. ചാടാനും അത്ര സുഖമില്ല. ആ ആ വഴികൾ അങ്ങനെ തെളിയട്ടെ. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്, സ്പീഡ് സ്പീഡ്. ആ ആ ആ സോ നമുക്കിതിൽ പറക്കാൻ പറ്റും. പെട്ടെന്ന് സ്പീഡപ്പ് 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 സ്പീഡപ്പ്. ഒരു സ്മൂത്ത് ഇല്ല കേട്ടോ, എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇത് ഈ ഒരു ലെവലിൻ്റെയാണ്, ഈ ഒരു ലെവലിൻ്റെ പ്രശ്നമാണ്. കയറിക്കോ 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 കയറിക്കോ. ആ ആ ഇതാണപ്പോൾ വഴി. കയറിക്കോ പൊയ്ക്കോ. ഡെവിലേ, നിന്നെ തോൽപ്പിക്കോളാം ഞാൻ. ഇതും എനിക്ക് പറക്കാൻ പറ്റുമെന്നറിയാം. ആ ആ അടഞ്ഞു അടഞ്ഞു, നമ്മുടെ വഴി അടഞ്ഞു, വഴി അടഞ്ഞു. അപ്പോൾ റൈറ്റത്തെ വഴി വേണം ചൂസ് ചെയ്യാൻ. ഓ പെട്ടെന്ന് പോകണം. ഓക്കെ പെട്ടെന്ന് പോകണം. എങ്ങനെയും പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ വഴിയേ അല്ല, ഇതാണ് വഴി. ഇത് മറ്റേ മുയൽ ക്യാരറ്റിനെ കണ്ടുപിടിക്കണ പോലെയല്ലോ ഇപ്പോൾ. എന്ത് മൂള കളയാണ്ട അത്. ശരിക്കുള്ള വഴി ഏതാടാ, ഏതാണ് ഇത്? തുറക്കും, ഇതിപ്പോൾ തുറക്കും തുറക്കും. ഇത് തുറന്നു. എന്നിട്ട് സെൻറ്ററിലുള്ളത് ആ പെട്ടു പെട്ടു. സോ നമ്മൾ ഈ ഒരു ഭാഗമല്ല ചൂസ് ചെയ്യേണ്ടത്, റൈറ്റ് സൈഡിലോട്ട് പോകണം. ഫുൾ റൈറ്റ് സൈഡിലോട്ട് പോകണം. തുറക്കും തുറക്കും, ഇപ്പോൾ തുറക്കും. എന്ത് മൂള കളിയാടാ അത്. കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി, കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി. ഇവിടെ തുറക്കും. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. പോ. യെസ് 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 യെസ്. നമ്മൾ ലെഫ്റ്റ് സൈഡ് ചൂസ് ചെയ്യണം. ഇതിനെ കൊണ്ട് എനിക്ക് മതിയായി മക്കളെ. ആ തുറക്കെ 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 തുറക്കെ. എൻ്റെ അയ്യോ, താഴെ വരാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ലെവലിൽ നമ്മൾ പെടും. വെയിറ്റ് തുറക്കും തുറക്കും. എന്നിട്ടിപ്പോൾ ഇവിടെ അടയും. അപ്പോൾ നമ്മൾ അപ്പുറത്ത് പോകും. ഓ ഒരു പ്ലാനിങ് ആണ്. ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യുക. കറക്റ്റ് ടൈമിൽ പോകണം. ഇത് മൊത്തം ടെലിപ്പോർട്ടേഷൻ. ഇനി എവിടെ പോകുമെന്ന് അറിയില്ല. ഫസ്റ്റ് ഈ ടെലിപ്പോർട്ടേഷനിൽ പോയാൽ ഇവിടെ എത്തി, അല്ലെങ്കിൽ ഇതും ചത്തു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇവിടെ ഒരു ഗേറ്റ് ഓപ്പൺ ആവും. അതിൽ നമ്മൾ തിരിച്ച് പോകണം. ആ ആ ആ മറ്റേത് നീങ്ങി നീങ്ങി പോകുന്നുണ്ട്. അതിനുള്ളിൽ നമ്മൾ പോയി എത്തണം തോന്നണോ? ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ് ചൂസ് ചെയ്യാം. അല്ല ലെഫ്റ്റ്. അതവിടെ പോയി എത്തി. ഇനി നമ്മൾ എത്തുമ്പോഴേക്കും എടാ 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 എന്തോ സംഭവിച്ചു. കോൺസെൻട്രേറ്റ്. ആ ഇത് മൊത്തം ടെലിപ്പോർട്ടേഷനാണ്. ഇനി എന്ത് സംഭവിക്കുന്ന അറിയില്ല, നോക്കാം. വല്ല ആവശ്യമുണ്ടാവും. സോ ടെലിപ്പോർട്ട് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യാൻ പാടില്ല, അതിന് മുകളിൽ പോകണം. ഓക്കെ പറന്നു വെക്കോ. ഇനിയിപ്പോൾ നടക്കലൊന്നുമില്ല, നമ്മൾ ഫുൾ പറക്കലാണ്. ഓക്കെ ടെലിപ്പോർട്ടായി. ഓ ഡോർ അവിടെ നൈസ് നീങ്ങി പോകുന്നുണ്ട്. അതിനെ പെട്ടെന്ന് നമ്മൾ പിടിക്കണം. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ് ചൂസ് ചെയ്യാം. ലെഫ്റ്റ് ചൂസ് ചെയ്യാം. ആ ലെഫ്റ്റാണ് കറക്റ്റ്. അല്ല റൈറ്റാണ് കറക്റ്റ്. ഓക്കെ പറന്നോ പൊയ്ക്കോ. എടാ അത് ഞാനവിടെ ലോക്കായി. ഓക്കെ ഫസ്റ്റ് നമ്മൾ ഈ ടെലിപ്പോർട്ട് ബട്ടണിൽ പെടാതെ ആ വഴിയിലൂടെ പോകണം. എന്നിട്ട് ടെലിപ്പോർട്ടായതിന് ശേഷം പറന്നിട്ട് വീണ്ടും ടെലിപ്പോർട്ടാവണം. എന്നിട്ട് റൈറ്റ് ചൂസ് ചെയ്യണം. ആ ആ ആ ഓ നമ്മൾ കഴിഞ്ഞ കളി ലെഫ്റ്റ് ആണല്ലോ, ഇപ്പോൾ റൈറ്റ് മാറ്റി അവർ. ഇല്ലെങ്കിൽ രണ്ട് ചൂസ് ചെയ്യണമായിരിക്കും.
എടാ ഇത് എന്താണ് അവിടെ നമ്മൾ ലോക്കാവുന്നത്? അയ്യോ ചെയ്തു. ഓക്കെ, മേലെ പോയി. എന്നിട്ട് ഈ ടെലിപ്പോർട്ട് ഓപ്ഷൻ കൊടുത്തതും താഴെ വരും. എന്നിട്ട് മേലെ പോയിട്ട് ഈ ടെലിപ്പോർട്ട് ബട്ടൺ ആക്കിയതും ഇതിപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ആണെന്ന് അറിയില്ല, രണ്ടും എന്തായാലും ചെയ്യണം. എനിക്ക് മനസ്സിലായി, രണ്ടും ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ടെലിപ്പോർട്ട് ബട്ടൺ പോകാൻ പാടില്ല. ഇപ്പുറത്തൊരു വഴിയുണ്ട്, അത് ശ്രദ്ധിച്ചില്ല. ആ രക്ഷപ്പെട്ടു. ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലം കൊണ്ട് ഇങ്ങനെ പോയി ബട്ടൺ പ്രസ് ചെയ്തു. എന്നിട്ട് അങ്ങനെ കളിക്കണം. നമ്മളല്ല ഇവിടെ മൂവ് ചെയ്യണത്, നമ്മൾ നിൽക്കുന്ന ആ ഒരു പ്ലേസ് ആണ് മൂവ് ആവുന്നത്. ഓ അങ്ങനെ നടത്ത്, നീ നടത്തടാ. ഇത് പ്ലസ് നമുക്ക് നോക്കി കളിക്കി. അങ്ങനെ ആറാമത്തെ ഇത് ഫുള്ള് തീർക്കാല്ലേ ഇന്ന്? തീർക്കാൻ പറ്റിയാ തീർക്കാതെ. എന്താണ് നാഗസാക്കി ഹിരോഷിമയിൽ ബോംബ് ഇടുന്ന പോലെയാണ് ഇടുന്നത്. ഓക്കെ, എത്തില്ല, ഓടിപ്പോയി എത്തില്ല. നമ്മളപ്പോൾ ഈ സാധനത്തിൽ ഓടിച്ചെന്ന് കയറണം. ഇവിടെ എവിടെ ഒരു അയ്യോ അത് പോയി. ഇവിടെ ഇങ്ങനെ നിൽക്കണം, കവർ നിൽക്കണം. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. പിടി. ലൈക്ക് ഇടാത്തവർക്കൊന്ന് ലൈക്ക് ഇട്ടേ. അപ്പോൾ എനിക്ക് എത്ര പേര് ഇത്ര നേരം കണ്ടു എന്നറിയാലോ. ഇവിടെ നിന്ന് ലൈക്ക് ഇറ്റ്. ഓക്കെ, ലൈക്ക് ഇറ്റ് ദാറ്റ്. നമ്മൾ രണ്ടിൻ്റെയും സെൻറ്ററിലാണ് നിൽക്കുന്നത്. രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ബോംബ് പൊട്ടാതെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കയറാൻ പറ്റുമോ? കയറാൻ പറ്റി. അത് ശരി. ഇനി അടുത്തത് വാ. ഒരു ബോംബ് മാത്രം വന്നാൽ ഞാൻ വിശ്വസിക്കില്ല. രക്ഷപ്പെട്ടു. അടുത്തത് ഗ്യാപ്പിൽ നിൽക്കണം. ഈ ഒരു ഗ്യാപ്പിൽ വേണം നമ്മൾ നിൽക്കാൻ. അടുത്ത ഈ ഒരു ഗ്യാപ്പിലല്ല, ഈ ഒരു ഗ്യാപ്പ്. അടുത്ത ഈ ഒരു ഗ്യാപ്പ്. അടുത്ത ഇവിടെ. പാണ്ടിക്കരിമ്പാറ. ഈ ഒരു ഗ്യാപ്പിൽ നിൽക്കാൻ പറയും. ഈ ഒരു ഗ്യാപ്പിൽ നിൽക്കണം. ദെൻ തിരിച്ചു വരൂ. ഓക്കെ, ഇനി അവിടെ പോയിട്ട് ആ ഒരു ബോംബ് വരും. ചാടിക്കോ. ഇത് മൊത്തം ന്യൂക്ലിയർ മിസൈൽ കൊണ്ടുള്ള കളിയാണല്ലോ. നമ്മൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പറഞ്ഞു വെച്ചാൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ലെഫ്റ്റും റൈറ്റും മാറും. നമ്മൾ ലെഫ്റ്റ് അമർത്തിയാൽ റൈറ്റ് പോവും, റൈറ്റ് അമർത്തിയാൽ ലെഫ്റ്റ് പോവും. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് അമർത്തുമ്പോൾ ലെഫ്റ്റ് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ പ്രസ് ചെയ്യാതെ പോകാൻ പറ്റില്ല. സോ അതിൽ പ്രസ് ചെയ്തതും റൈറ്റ് അമർത്തണം. അപ്പോൾ നമ്മളിങ്ങനെ പോവും. ഈ ഗ്യാപ്പിൽ നിന്നിട്ട് കാര്യമില്ല, വലിയ ഗ്യാപ്പിൽ നിൽക്കണം. റൈറ്റ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ഗ്യാപ്പിൽ നിൽക്കുക. എന്നിട്ട് വീണ്ടും പോവുക. എന്നിട്ട് വീണ്ടും തിരിച്ച് വരിക. എന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ പിന്നെ അറിയാലോ, പിന്നെ പഴയ പോലെ ഓടിക്കോ. നമ്മളോടെ കളി. അവിടെ കൊണ്ടുപോയി ഒരു ബോക്സ് വെച്ചിരിക്കുക. ചെറുതായി വരുന്നുണ്ട്. നമ്മൾ ഇതിനെ കവർ ചെയ്ത് നിൽക്കണം. എന്നിട്ട് വീണ്ടും പോകണം. ഇനി എപ്പോൾ എവിടെ നിന്ന് എന്ത് വരും എന്നറിയില്ല. അങ്ങനെ ഇപ്പോൾ ബോംബ് തലയിൽ വീഴണ്ട. എത്ര പ്രാവശ്യടാ കളിക്കും ഇങ്ങനെയുള്ള ലെവല്. അടുത്തത് അവിടെയാണോ ബോംബ്? ഇപ്പം എൻ്റെ തലയിൽ വീഴുമല്ലോ. അടുത്തത് എങ്ങനെയായിരുന്നു? നമ്മുടെ തലയിൽ വീഴാനാവുമ്പോൾ അത് കാണാതെയാവും. അടുത്തത് വരും. ഓക്കെ. ഇനി അടുത്തത് എങ്ങനെയാണെന്ന് അറിയില്ല.
നമ്മളതിന് തയ്യാറായി നിൽക്കണം. നമ്മൾ പോകുമ്പോ ആ ഡോർ അങ്ങോട്ട് നീങ്ങിപ്പോയി. ഓക്കെ ഓക്കെ, ജാളയെ കളിക്കുക, ഇല്ലെങ്കിൽ ഇവർ നമ്മളെ ഇട്ട് വട്ടം കറക്കും. ഓക്കെ ഓക്കെ, അടുത്ത് വരാൻ പോണത് അറിയാലോ. ആ ഡോർ നീങ്ങിയും പോവും, ഇത് റൈറ്റ് സൈഡ് വീഴും. റൈറ്റ് സൈഡ് യെസ്. അറിയാം മോനെ, അറിയാം മോനെ, അറിയാം. 1 2 3 4 5 6 7 8ാമത്തെ ലെവല്. 7ാമത്തെ ലെവലില്ലേ? 1 2 3 4 5 1 2 3 4 5 6. എന്താ അത്? 6 ലെവൽ കഴിഞ്ഞു. 7ാമത്തെ ലെവലിൽ നമ്മൾ കളിക്കാൻ പോണത്. ഇത് കളിച്ചാൽ എന്താവും? മെൻ്റൽ ഹെൽത്ത്. ആ, അവിടെയുള്ള സംഭവം നമുക്ക് ഇങ്ങനെ മിസൈൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിൽ നമ്മൾ ചാടി പോകണം. ചാടിക്കോ. ഓ, നമ്മൾ അടുത്തെത്തുമ്പോൾ സ്പീഡായി നൈസായിട്ട്. ചാടിക്കോ. എന്നിട്ട് ഓടി തിരിച്ച് വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കണം. ശരി, അത് ആ മിസൈൽ പോയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതാവാൻ. ഫസ്റ്റ് നമ്മൾക്ക് നേരെ ഓടാം. ഓ, ഇതിന് ചാടി കിടക്കാൻ പറ്റില്ല തോന്നുന്നല്ലോ. ഫസ്റ്റ് നേരെ ഓടി പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ വരും. ചാടിക്കോ. എന്നിട്ട് തിരിച്ച് വാ, ചാടിക്കോ. ഈ 3 എണ്ണം വരുമ്പോൾ നമ്മൾ തിരിച്ച് വരണം. എന്നിട്ട് വീണ്ടും പോവുക. താഴ്ചടാ. ഓ, ഇപ്രാവശ്യം വന്നില്ല. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഓ ഇതിൽ കൂടെ വന്നാ നന്നായി. എന്നിട്ട് എടാ എത്ര നേരം തുറക്കാൻ എനിക്ക്? അടുത്തത് എന്തായാലും മേലെ നിന്ന് മിസൈൽ വീഴും സൈഡിൽ നിന്ന്. അപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് തിരിച്ച് വരിക. ഓ, തിരിച്ചല്ലേ വരേണ്ടത്, ചാടണം. ഞാൻ എന്തിനിപ്പോൾ തിരിച്ച് വന്നല്ലെങ്കിൽ ഇല്ല, ആ ബട്ടൺ പ്രസ് ചെയ്യാതെ ചാടി നോക്കിയാലോ? അയ്യോ, അത് പറ്റില്ലല്ലേ. അതെങ്ങനെയാണെങ്കിലും ആ ബട്ടൺ പ്രസ് തന്നെ ചെയ്യണം. ചാടിക്കോ. എന്നിട്ട് എന്ത് ചെയ്യണം? എൻ്റെ അമ്മോ, ഇപ്പുറത്ത് പോയി നിന്നാൽ മതിയാ? ഓ, അങ്ങനെ ചാടിക്കോ. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ പോകും. ഓ, ഇത് വെച്ചിട്ട് വേണം നമ്മൾ ആ ബോക്സിനെ പൊട്ടിക്കാൻ. എന്നാലല്ലേ അവിടെ വഴി കിട്ടുള്ളൂ. അങ്ങനെ ഇവനെ കൊണ്ട് നമ്മൾ പോയി പറഞ്ഞിട്ട് ബാക്കിൽ വിട്ടതാണ് മിസൈല്. ആ, ഓ, ടൈമിങ്ങിന് ചാടണം. ചാടിക്കോ. അയ്യോ, ടൈമിങ് മാറി. താഴെ പൊയ്ക്കോ. അതാ, എനിക്ക് താഴെ പോകാൻ പറ്റില്ല. അവിടെ കുഴിയുണ്ട്, പക്ഷെ താഴെ പോകാൻ പറ്റുന്നില്ല. ഫസ്റ്റ് നമ്മൾ ഈ കുഴിയിലോട്ട് വീഴുക. എന്നിട്ട് അടുത്ത കുഴിയിലോട്ട് പെട്ടെന്ന് പോയി വീഴുക. എന്നിട്ട് അടുത്ത കുഴിയിലോട്ട് വീഴാൻ പോകുമ്പോൾ അവർ മാറ്റും. അപ്പോൾ നമ്മളിങ്ങനെ വരും. എന്നിട്ട് ഓടണം. ആ കുഴിയിൽ നമുക്ക് വീഴാൻ പറ്റില്ല. ആ, ഇവിടെ ഒരു ഇൻവിസിബിൾ കുഴി. അത് ശരിയാ. ആ ഡോർ അവിടെ ഉണ്ടായിരുന്നു. പോകുമ്പോൾ അതൊരു മിസൈലായി മാറി, റോക്കറ്റ് ലോഞ്ചറായി മാറി. തേണ്ടി പട്ടിക്കരി. ഞാൻ വേറൊന്നും പറയണില്ല. വീണ് അടുത്ത കുഴി. അടുത്ത കുഴിയിൽ വീഴാൻ മുമ്പ് അത് മാറും. വീണ്ടും ചാടിക്കോ. എന്നിട്ട് ഓടിക്കോ. ഇവിടെ ഒരു കുഴിയുണ്ട്, വീഴും ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് ഇവിടെ പോകുമ്പോൾ അത് മിസൈൽ മാറ്റി ഇതായി മാറും. തിരിച്ച് വരിക, ഡോറിൽ പോകും. ഇത്രയേ ഉള്ളൂ. പഠിക്കണം. 200 ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ കാണണം, അല്ലെങ്കിൽ പഠിക്കണം. ആ, കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ടു തോന്നുന്നു. എന്നെ കൊന്നു. ഈ ബട്ടൺ പ്രസ് ചെയ്യാൻ പാടില്ല. റൈറ്റ് സൈഡിലോട്ട് പോയിട്ട് ജമ്പ് ചെയ്യാം. ആ സാധനം വന്ന് കണ്ട മിസൈല്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പെട്ടെന്ന് ചാടി പൊയ്ക്കോ. ഇല്ലോ, നമ്മൾ ഫോളോ ചെയ്ത് വരികടാ. എടാ, എന്താ വേണ്ടത്? എന്നെ ഫോളോ ചെയ്ത് വരുന്നു. അയ്യോ, എടാ എന്താടാ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നെ ഫോളോ ചെയ്ത് വരുന്നു. ഓക്കെ,
നിൽക്ക് ഇതിന് ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പറ്റില്ല, അത് നമ്മുടെ പുറകിൽ തന്നെ വരും. ഞാൻ എവിടെ പോകുന്നോ അതിൻ്റെ പുറകിൽ തന്നെ വരാൻ അതിൻ്റെ ഉദ്ദേശം. ഇതിപ്പോൾ എൻ്റെ വഴി കണ്ടുപിടിക്കണമല്ലോ എനിക്ക്. വാ 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 ചാടിക്കോ. ചാടാൻ പറ്റില്ല, അത് നമ്മളെ ട്രാക്ക് ചെയ്ത് പുറകിൽ തന്നെ വരും. ഓ ഇതെന്താടാ അത്. ഞാൻ നിൽക്ക് ഫസ്റ്റ് നമ്മൾ വഴി കണ്ടുപിടിക്കുക. അതായത് ഇവിടെ എത്തണമെങ്കിൽ ഇവിടെ എത്തണമെങ്കിൽ ഇപ്പുറത്തെത്തണം, അവിടെ എത്തണമെങ്കിൽ ഏറ്റവും മേലെ പോയിട്ട് ഇങ്ങനെ ചാടി 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 വരണം. ഓക്കെ, കിട്ടി. അവിടെ എന്തോ ഒരു തടസ്സമുണ്ടടാ, അതാണ് എനിക്ക് ചാടാൻ പറ്റാത്തത്. അപ്പോൾ ഏറ്റവും മേലെ പോകണം. One eternity later. One eternity later. ജയിച്ചു. കണ്ണീര് പോയി എൻ്റെ. ഇത് മൊത്തം ചാടാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ചാടിയാണ് ഈ ലെവലിൽ ക്രോസ് ചെയ്യാൻ പോണത്. ഓ ഇത് നമ്മളെ ഫോളോ ചെയ്ത് വരും. ഇത് വെച്ച് നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യണം തോന്നുന്നു. അല്ല ബ്ലാസ്റ്റ് ചെയ്യല്ല, നമ്മളെ ബ്ലാസ്റ്റ് ചെയ്യും. നമ്മൾ ഓരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ആ ഡോറിൻ്റെ അവിടെയുള്ള വാളുകൾ ഓപ്പൺ ആവുന്നത്. ഫസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യട്ടെ, അപ്പോൾ ഒരു വാൾ ഓപ്പൺ ആയി. അടുത്ത ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഇനിയൊന്ന് ഓപ്പൺ ആയി. ഇനിയൊരു ബട്ടൺ അപ്പോൾ എവിടെ ആയിരിക്കും? ആ കിട്ടി. ഇനി നമ്മൾ ആ വാളിലോട്ട് ചാടിപ്പോണം. അത്രേ ഉള്ളൂ. കാണുമ്പോൾ സിമ്പിളായി തോന്നും, പക്ഷെ കളിക്കണം. 8ാമത്തെ ലെവല്. ഇത് ഞാൻ പ്രസ് ചെയ്യാതെ തന്നെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ മതി എന്ന് വിചാരിച്ചു. അവിടെ സ്പൈക്ക് ഉണ്ട്. പന്നി. അടുത്ത സ്പൈക്ക്. അവിടെ ഒരു ട്രാപ്പ് നമ്മൾക്ക് സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ എന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഓരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ പവർ കൂടുന്നുണ്ട് തോന്നുന്നു. അടുത്ത ബട്ടൺ കുറച്ചുകൂടെ ജമ്പിങ് പവർ കൂടിയിട്ടുണ്ട്. അടുത്ത ബട്ടൺ. ഓ നൈസായിട്ടില്ലേ. ഫസ്റ്റ് ട്രയലാണ് നമ്മൾ ജയിക്കണതിൽ. ഇതിൽ നമ്മുടെ പവർ കമ്മിയായി വരും എനിക്ക് തോന്നുന്നത്. യെസ്, അതെ, ഇവിടെ പവർ കമ്മിയായി വരുന്നുണ്ട്. എന്തായാലും ലാസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിക്കും. വന്നു. ഫസ്റ്റ് ട്രൈയിൽ അടുത്ത ലെവൽ ക്ലിയർ ചെയ്യണത്. യെസ്, ഈ ലെവലും ഫസ്റ്റ് ട്രൈ തന്നെ എനിക്ക് കിട്ടണേ. ഓട്ടോമാറ്റിക്കായി ചാടുകയാണ്. ഞാൻ ഒന്നും പ്രസ് ചെയ്യുന്നില്ല, അത് ഓട്ടോമാറ്റിക്കായി ചാടുകയാണ്. അപ്പം നമ്മൾ ചാടിയ നമ്മളെ താഴെ പോകാൻ വിടാതെ അത് അതിൻ്റെ പാട്ടിൽ അത് ചാടും. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ജയിച്ചു ഫസ്റ്റ് ട്രൈ. ഇതും കൂടെ ഫസ്റ്റ് ട്രൈയിൽ ക്ലിയർ ചെയ്യണം. ഫസ്റ്റ് ട്രൈ ബെസ്റ്റ് ട്രൈ. അയ്യോ കാണുന്നില്ല. അങ്ങനെ പോയി വാണം വിട്ട പോലെ. ട്രാപ്പാണ് മോനെ. ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും അങ്ങനെ പോവാണ്. ഫസ്റ്റ് നമ്മൾ ഇവിടെ പ്രസ് ചെയ്യണം, ചാടണം. എന്നിട്ട് സെക്കൻഡ് ഇവിടെ പ്രസ് ചെയ്യണം, തേർഡും അവിടെ തന്നെ പ്രസ് ചെയ്യണം. ഫസ്റ്റ്
സെക്കൻഡ്, തേർഡ്, ഫസ്റ്റ്. എന്താടാ ഇത്? അയ്യോ, ഇതെങ്ങനെ? കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ആ ഹോൾ അവിടെ ക്ലോസ് ആവുന്നുണ്ട്. അടുത്ത ലെവല്, ഇതിത്തെ ബോസ് ലെവൽ എന്തായിരിക്കുമോ അതുവരെ ഈ വീഡിയോ കാണണം കേട്ടോ ഗൈസ്, ഇല്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് ഇനി അടുത്ത പാർട്ട് ഇടുമ്പോഴേക്കും കോൺസെൻട്രേറ്റ്. അവിടെ കുഴി നമുക്ക് വേണ്ടി വിരിച്ചു വെച്ചിട്ടുണ്ട്. ചാടിക്കോ. സ്പൈക്സ് വരുന്നുണ്ട് അല്ലേ? ചാടിക്കോ. ഇവിടെ ഒരു കുഴിയുണ്ട്, ചാടിക്കോ. ഇവിടെ പോയതും സ്പൈക്ക് ഉണ്ട്. നമ്മൾ ആ കളറ് ശ്രദ്ധിക്കണം, അവിടെ കളർ ചേഞ്ച് ആവുന്നുണ്ട് കണ്ട. ഈ കളർ ചേഞ്ചായി പറഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ ചാടിക്കോ. കളർ ചേഞ്ച്. ചാടിക്കോ. മെല്ലെ പോയാൽ മതി, ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും. ചാടിക്കോ. ഫുൾ എനർജി പോയി. ചാടിക്കോ. പിന്നെ ഇത്ര ചാട്ടം ചാടി എനർജി പോയില്ലേ? ചാളി. നമ്മൾ താഴെ പോകണം. എഗെയിൻ ചാടിക്കോ. എവിടെ വേണമെങ്കിലും സ്പൈക്ക് ഉണ്ടാവും. താഴെയും സ്പൈക്ക് ഉണ്ട്, റൈറ്റ് സൈഡിലും സ്പൈക്ക് ഉണ്ടാവും. താഴെ പോകാൻ പാടില്ല, അവിടെ പോകണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മേലെ കയറി കഴിഞ്ഞിട്ട് താഴെ ചാടുക, എന്നിട്ട് വീണ്ടും മേലെ കയറുക. ഇപ്രാവശ്യം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ചാടുക, എന്നിട്ട് ഇവിടെ അപ്പുറത്ത് ചാടാതെ താഴെ ചാടുക, എന്നിട്ട് തിരിച്ച് വന്നിട്ട് ചിലപ്പോൾ കാരണം അറിയാം. അതിനല്ലേ അതവിടെ വെച്ചിരിക്കണേ. അതാ എന്ത് പറ്റി? ചാടിക്കോ. ചാടിക്കോ. താഴെ വാ. എഗെയിൻ മേലെ പോയി, എന്നിട്ട് എന്നിട്ട് താഴെ വരിക. താഴെ വന്നിട്ട് ഫ്രണ്ടിൽ പോവുക. മേലെ പോ. അത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. താഴെ പോ. നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഓരോ സാധനങ്ങൾ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇതെന്താണിത്? നമ്മളെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് ആ കുഴി അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. ഇതാ കണ്ടാ? അപ്പൊ ഓടിപ്പോയിട്ട് എൻ്റെ പൊന്നോ, ഇതെന്താ അത്? ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിൽക്കാൻ പറ്റി. ആ വയലറ്റിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. താഴെ വീണത് കണ്ട. നമ്മളെ മൂവ്മെന്റ് അനുസരിച്ചിട്ട്
ആ കുഴി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മേലെ നിൽക്കാൻ പറ്റുന്നില്ല. എടാ എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല. എനിക്ക് മതിയായി. ഓടിപ്പിച്ച അയ്യോ. എന്റെ ഭഗവതിയേ. ഈ കുഴി നമ്മുടെ കൂടെ വന്ന എങ്ങനെടാ ഞാൻ ജയിക്കുക? അതായത് അവിടെ 2 എണ്ണം നിൽക്കുന്നുണ്ട്, അതിലോട്ട് വേണം ചാടാൻ ഫസ്റ്റ്. ഓക്കെ, കോൺസെൻട്രേറ്റ്. അയ്യോ, കോൺസെൻട്രേഷൻ പറഞ്ഞിട്ട് എന്താടാ. ഇപ്പൊ ഫുൾ എനർജി ആയി. വാ, ഇതിൽ ഞാൻ ജയിച്ച് കാണിച്ചു. ഈ ട്രയൽ നമ്മൾ ജയിക്കും. പറഞ്ഞില്ലേ, ബിലീവ് ഇറ്റ് ശിവരഞ്ജിനി, ബിലീവ് യുവർ സെൽഫ്. ശിവദർശിനി എന്നാ കുട്ടിൻ്റെ പേര്? എവിടെ എത്തിയില്ലേ, ട്രെൻഡ് എവിടെയോ എത്തി. ചൈനക്കാരൊക്കെ ചെയ്യണ്ടായിരുന്നു. ഇത് ഭയങ്കര ചതി. ഒരു ചെയ്ത്തായി പോയി. ഒരു മര്യാദയൊക്കെ വേണ്ടേ? ചടിക്കോ. എന്നിട്ട് താഴെ വരിക. എന്നിട്ട് വീണ്ടും ചാടിക്കോ. ആ ഇനി ഇതെന്താണാവോ? അത്രേ ഉള്ളൂ. കഥ ഇവിടെയാണ് തുടരുന്നത്. ഇതപ്പോൾ ഒരു സാധനം അങ്ങോട്ട് പോയിട്ടുണ്ട്, അതിൽ കയറി പോകണമായിരിക്കും. ലെഫ്റ്റ് പോവാ. ചാടിക്കോ. തിരിച്ചിവിടെ വരിക. ജസ്റ്റ് മിസ്. ചാടിക്കോ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒരു ബ്ലേഡ് ഇങ്ങനെ പോയല്ലോ. നമ്മളെന്തോ ഭയം കൊണ്ട് രക്ഷപ്പെട്ടു. തലകീഴായിക്ക്. തലകീഴായി കളിക്കണമായിരിക്കും. തലകീഴായി കളിക്കാം. ഇനി മൊത്തം തലകീഴായിട്ട് തലക്കീഴി. എന്ത് ഒന്നുമില്ല. എങ്ങനെ കളിക്കാനാണാവോ? എങ്ങനെടാ കളിക്കുക? തിരിച്ചു പോണോ? ഇതിപ്പോൾ എങ്ങനെ ഞാൻ ചാടും? ഓടി ഒന്നും ചാടിയാൽ മതിയാ. ഇതിന് ഞാൻ എന്താ പറയാ? വഞ്ചന, ചതി. ചാടിക്കോ. ഓടി വന്ന് ചാട്. അത് തിരിച്ചു പോവും. അപ്പം നമ്മൾ തിരിച്ചു വരാൻ നോക്കും. ഇവിടെ എവിടെ ഒരു ചതി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ചാടിക്കോ. ഇതെങ്ങനെയാണോ അതൊക്കെ മനുഷ്യന്മാർ കളിക്കണ മാതിരി ഉണ്ടായിക്കൂടെ? ഇതിൽ കൂടെ പോകാൻ പറ്റില്ല.
ഓ അയ്യോ. ആ ആ ആ ആ വാ വാ വാ. ഇനി തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു കുഴി വയ്ക്കും. ആ വെച്ചു വെച്ചു വെച്ചു. മതിയായി മതിയായി, എനിക്ക് മതിയായി, എനിക്ക് വെറുത്തു. ഇനി ഇത് കളിക്കാൻ പറഞ്ഞിട്ട് ആരും കമന്റ് ഇടണ്ട, എനിക്ക് വെറുത്തു. ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു കുഴി വയ്ക്കും. എന്നിട്ട് ഇത് തലകീഴായിട്ടാണല്ലോ, ഇതിലെങ്ങനെ കളിക്കാനാണ്? അടിക്കോ എങ്ങനെയാണോ അത് അവിടെ അവിടെ കളിക്കണ നിങ്ങള്? ഈ ഡെവലപ്പറിനെ മാത്രം കൈ കിട്ടിയ അന്ന് അവൻ്റെ അന്ത്യമായിരിക്കും. ഓക്കെ ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. തിരിച്ചു വാ മകനേ, മടങ്ങി വാ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും, കണ്ടുപിടിക്കുക പ്ലീസ്. തിരിച്ചു വരുമ്പോൾ ഓടി വന്ന് ചാടാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ വന്നിട്ട് ഒറ്റ ചാട്ടം. കിട്ടി. ആ ആ വലിയ ആശ്വാസമൊന്നുമില്ല, കാരണം അടുത്ത ലെവൽ കളിക്കണ്ടേ പറയുമ്പോൾ തന്നെ ഇവിടെ മതിയായി. എന്ത് എസ്സാ ഇവിടെ ക്യാമറയൊക്കെ തിളയ്ക്കാൻ തുടങ്ങി. ഇത്ര നേരമായി നമ്മൾ വീഡിയോ. AC റൂമൊന്നല്ല അത്, ഫാനിട്ടർ കളിക്കാണ്. ഇത് മൊത്തം ഇനി തലയുടെ കളിക്കണമായിരിക്കും. ഇവിടെ ഗെയിം ഉള്ള ഗെയിമാടാ അത്. ഓക്കെ ഓക്കെ ഓക്കെ. പുറകിൽ വരും, ഓടിപ്പിക്കും. ഓക്കെ. എടാ ഇത് എത്ര സൂക്ഷിച്ച് കളിച്ചിട്ടും കാര്യമില്ലല്ലോ. ഫസ്റ്റ് ചാടിക്കോ, സെക്കൻഡ് പോകുമ്പോൾ അവർ മാറിത്തരും. തേർഡ് ചാടിക്കോ, ഫോർത്ത് ഇവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, പടണ്ട. ഓ ഫസ്റ്റ് ചാടിക്കോ, എത്തിക്കോ. അയ്യോ ചാടിക്കോ. ആ ആ ആ മതിയായി മതിയായി, എനിക്ക് ഈ ലെവലോടെ മതിയായി. ഇത് പക്ഷെ നമ്മൾ ജയിക്കും. ഓക്കെ എങ്ങനെ പോയാലും ആ നായി വന്ന് എന്നെ കൊല്ലണല്ലോ. എടാ എന്താണ് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. മതി, ഇവിടെ നമ്മൾ നിർത്തുന്നു നെക്സ്റ്റ് പാർട്ട്. കാരണം പറ്റണില്ല അതാ ഫോണൊക്കെ അതാ ചാർജ് നിർത്തി. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത പാർട്ടി കാണാം. ഓക്കെ ഇത് കളിച്ചിട്ട് ഇതാ വേർത്ത് കുളിച്ച് ഞാൻ. ബായ്.